ചെറിയ രീതിയിൽ പനിയുടെ ആരംഭം ജലദോഷമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ അന്നു ചെയ്തില്ലെങ്കിൽ പിന്നെ അത് കൂട്ടി വെച്ച് അടുത്ത ദിവസം ചെയ്യാൻ വേണ്ടി മടിയാവുന്ന ഓർത്തിട്ട് ഇന്ന് തന്നെ പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ പൊട്ടിയൊരു ബാഗ് ശരിയാക്കണ്ടായി, അത് വീട്ടിന്റെ തൊട്ടടുത്ത് തന്നെ കൊടുത്തിട്ട് റെഡിയാക്കി. പിന്നെ നേരെ ഒട്ടു പിടിച്ച് വാഴമ്പലത്തുള്ള സ്റ്റുഡിയോയിലേക്കാണ് ഈ പോകുന്നത്. പക്ഷേ പവനായി ശവമായി എന്ന് പറയുന്ന പോലെ പതിവില്ലാണ്ട് സ്റ്റുഡിയോ പൂട്ടിയിട്ടിരിക്കുന്നു. കറണ്ട് ഇല്ലാത്ത കാരണം ഇന്ന് ഫുൾ സ്റ്റുഡിയോ ഇല്ല. വയ്യാതെ വെറുതെ വീട്ടിൽ കുത്തിയിരുന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ ജലദോഷം വീണ്ടും കൂട്ടിയിട്ടുണ്ട്. എന്നാലും സാറിൽ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടല്ലോ. അടുത്ത ഓട്ടോ പിടിച്ചിട്ട് വീണ്ടും അടുത്ത സ്റ്റുഡിയോയിലോട്ട് പോയി. ഇനി നമ്മൾ കടവന്ത സ്റ്റുഡിയോയിലോട്ടാണ് പോകുന്നത്. അവിടെയും പൂട്ടിയിട്ടുണ്ടാവുമോ? എന്തോ ഭാഗ്യത്തിനതേ അവിടെ പൂട്ടിയിട്ടില്ല. അതുകൊണ്ട് ചാർട്ട് അതിൻ്റെ ഉള്ളിൽ കയറി ആവശ്യമുള്ളതൊക്കെ നോക്കാൻ തുടങ്ങി. അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് ട്രയൽ റൂമിൻ്റെ ഫ്രണ്ടിൽ കുറേ നേരം കുറ്റിയടിച്ച് നിൽക്കേണ്ടി വന്നു. AC ഒക്കെ കൊണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടെന്ന്. എന്നാലും സാറില്ല, എന്തായാലും വന്ന സ്ഥിതിക്ക് എല്ലാ ഡ്രസ്സും ഒന്ന് ട്രയൽ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ 1-2 എടുക്കാമെന്നും പറഞ്ഞാൽ വന്നത്. പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവസാനം നോക്കി എനിക്കൊരു ലിപ്സ്റ്റിക് ഇഷ്ടപ്പെട്ടു. എന്തായാലും വന്ന സ്ഥിതിക്ക് അതെങ്കിലും എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞ് അതെടുത്ത് ബില്ലടിക്കാൻ വേണ്ടി നിന്നു. ബില്ലടിക്കാൻ നിന്നപ്പോഴേക്കും ഞാൻ തകർന്ന് പോയി. ഒരു ജാതക്കുള്ള ആളുണ്ടായിരുന്നു അവിടെ ബില്ലടിക്കാൻ വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ ഈ ഒരു അച്ചായത്തത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും ക്യൂ നിൽക്കുന്നത്. ഇതിനും വലിയ ഇത് കിട്ടാൻ വേറെ ആരുണ്ടാവും കർത്താവേ? 150 രൂപയുടെ ലിപ്സ്റ്റിക് മേടിക്കാൻ വേണ്ടിയിട്ട് 120 രൂപയാണ് വണ്ടി ചാർജ്. ഇനി ഇവിടെ നിന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പനിക്ക് വേറെ ഹോസ്പിറ്റൽ ചാർജ്.